നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ടോപ്പിക്കിലെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ഭാഗമാണ്. എല്ലാ പരീക്ഷകളിലും വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭാഗം. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാലും ആ ഒരു ബുക്കിനൊരു പ്രിഫേസ് കാണും, ഒരു ആമുഖം കാണും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഒരു ആമുഖമുണ്ട്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പ്രിയാമ്പിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം അത് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു രത്ന ചുരുക്കം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കണ്ടന്റുകളുണ്ട്. വളരെ ചെറിയൊരു ഭാഗമാണെങ്കിലും ഒരുപാട് കണ്ടന്റ് ഉള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുമ്പോൾ ഇപ്രകാരമാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ആരംഭിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന രീതിയിലാണത് ആരംഭിക്കുന്നത്. അപ്പം ഇത് മുഴുവനും കാണാതെ പഠിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് വരുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഒന്നാമത് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ ഭരണഘടനയിലെ പല ആശയങ്ങളും നമ്മൾ പല രാജ്യത്തു നിന്നും കടമെടുത്തിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ആമുഖം എന്നുള്ള ആശയം എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടന ആമുഖം പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടത്, ഈ പറയുന്ന ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഭരണഘടനയ്ക്ക് ആമുഖം തയ്യാറാക്കിയ രാജ്യവും ഏത് തന്നെയാണ്? അമേരിക്കയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഒരു ആമുഖത്തോടു കൂടിയ ഭരണഘടന ആദ്യമായിട്ട് നിലവിൽ വരുന്ന എവിടെയാണ്? അമേരിക്കയിലാണ്. ആ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ആരാണ് അത്? ഡോക്ടർ BR അംബേദ്കർ ആണ്. കാരണം ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പം ഭരണഘടനയിലെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കുന്ന ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നെഹ്റുവിനെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഭരണഘടനാ രൂപീകരണം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നുണ്ട്. പല പ്രമേയമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ചതുമായിട്ടുള്ളതാണ് ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണ ആദ്യ വേളയിൽ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രമേയമാണേത്? ലക്ഷ്യപ്രമേയം. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യപ്രമേയം തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നും ആരെ തന്നെ വിളിക്കുന്നു? ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കുന്നു. അപ്പം ലക്ഷ്യപ്രമേയം നെഹ്റു ആണ് അവതരിപ്പിക്കുന്നത്. 1946 ഡിസംബർ 13 അവതരിപ്പിക്കുന്നു. അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22 അത് പിന്നീട് ആമുഖമായിട്ട് മാറുന്നു. അപ്പൊ അതുകൊണ്ട് ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? ജവഹർലാൽ നെഹ്റു എന്ന് കൂടി ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ആമുഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആമുഖത്തിൽ ആകെ എത്ര വാക്കുകളുണ്ട്? അല്ലെ, ഓരോ വാക്കുകളും പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാക്കുകൾ കിട്ടുമെന്ന് ചോദിച്ചാൽ 73 വാക്കുകളാണ്. അപ്പം ആമുഖത്തിൽ ആകെ എത്ര വാക്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 73 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. അടുത്ത ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എപ്രകാരമാണ്? അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആരംഭിക്കുന്നത്. മലയാളത്തിലാണെങ്കിൽ എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. അപ്പൊ ഇത്തരത്തിലാണ് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുന്നതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്.
ഇപ്പം ഈ പറയുന്ന കാര്യം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം വരുമ്പോൾ പല സംശയം വരും. ഇപ്പം ദൈവനാമത്തിലാണോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും രീതിയിലാണോ എന്നൊക്കെ സംശയങ്ങൾ വരാം. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോണം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്ന എപ്രകാരമാണ്? അത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം, നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ഭരണഘടനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു ആമുഖം ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി അവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭരണഘടന എന്നുള്ള ഭാഗം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൻ്റെ അകത്തെ ആശയങ്ങളെ 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 4 തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ചേരുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന കാര്യം ഓർത്തിരിക്കുക. ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നതാണ് അധികാരത്തിന്റെ ഉറവിടം. ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ അല്ല, ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു നിർവചനമോ അല്ലെങ്കിൽ ഞാൻ തന്നിട്ടുള്ള ഒരു വിഭജനവുമല്ല. ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായത്തിലാണ് ഇതിനെ 4ആയിട്ട് തരംതിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതിലെ ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നതാണ് ഭരണഘടനയിൽ അധികാരത്തിന്റെ ഉറവിടം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഇന്ത്യയിലെ ജനങ്ങളാണ്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യയിലെ ജനങ്ങൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ അവരവർക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അധികാരത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്ന ആരാണ്? ഇന്ത്യയിലെ ജനങ്ങളാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയുടെ പരമോന്നത പദവിയിലിരിക്കുന്നത് പ്രസിഡന്റ് ആണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മൾ നേരിട്ടല്ലെങ്കിലും നമ്മുടെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ ആൾക്കാർ അധികാരത്തിൽ വരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളാണ് ഇവിടെ പരമാധികാരി എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇന്ത്യയിൽ പരമാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന പ്രകാരം ഇവിടെ അധികാരത്തിന്റെ ഉറവിടം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളിൽ എന്ന കാര്യം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരിലുമാണ് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റിലേക്ക് വരാം. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം രാജ്യത്തിന്റെ സ്വഭാവത്തെ പറ്റിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം എപ്രകാരമാണ്? അപ്പൊ നമ്മുടെ ആമുഖം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് അതിന്റെ വിശദീകരണവും അവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വഭാവമാണ് ഈ 5 കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം അല്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പോയിന്റുകൾ ഉണ്ടോ ഇല്ലയോ എന്നവിടെ പരിശോധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ 5 പോയിന്റുകളും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പം സ്വഭാവത്തിൽ ഒന്നാമത് വരുന്ന കാര്യമാണ് സോവറിൻ അല്ലെങ്കിൽ സോവർണിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു പരമാധികാര രാജ്യമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതോടുകൂടി ഇന്ത്യ ഒരു പരമാധികാര രാജ്യമായിട്ട് മാറുകയാണ്. അതിന്റെ അർത്ഥം ഇന്ത്യയെ നിയന്ത്രിക്കാൻ ഒരു വിദേശ ശക്തിക്കും ഒരു അധികാരവുമില്ല. ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികളാണ് നമ്മളെ തീരുമാനിക്കുന്നത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റൊരു വിദേശ രാജ്യമോ മറ്റൊരു വിദേശ സംഘടനയോ അല്ല, ഇന്ത്യയിലെ ഗവൺമെന്റ് തന്നെയാണ്. അതാണ് പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഒരു വിദേശ ശക്തിക്കും ഒരു ആധിപത്യവും ഇവിടെ ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് ഒന്നാമത്തെ സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവമായിട്ട് പറയുന്ന കാര്യമാണ് സോഷ്യലിസ്റ്റ്. ഇപ്പൊ സോഷ്യലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഇതിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് വരുന്ന പല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മൾ സോഷ്യലിസം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ സ്ഥിതി സമത്വം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇംഗ്ലീഷിൽ സോഷ്യലിസം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് സ്ഥിതി സമത്വം എന്നാണ്. അത് ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നൊരു ഇന്റർപ്രിട്ടേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ട് പറയാം. അപ്പം ഈ സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവിൽ കണക്കാക്കുമ്പോൾ ഒരു സാമ്പത്തിക ആശയമാണ്. അതായത് ഇന്ത്യയിലെ കോൺസെപ്റ്റിലല്ല പറയുന്നത്,
പൊതുവിൽ, അതായത് ലോകത്തിൽ പൊതുവിൽ സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തിക അടിസ്ഥാനമാണ് വരുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ സോഷ്യലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഉൽപാദനവും വിതരണവും, അതായത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉൽപാദനവും വിതരണവും ഗവൺമെന്റിൽ തന്നെ കേന്ദ്രീകരിക്കുന്നതിനെയാണ് സോഷ്യലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് പൊതുവിലുള്ള അർത്ഥം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഇന്ത്യയിൽ ആ ഒരു അർത്ഥമല്ല നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ സോഷ്യലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനൊരു സാമ്പത്തിക തലമല്ല, മറിച്ച് ഈ പറയുന്നൊരു ജനാധിപത്യ തലമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സോഷ്യലിസം എന്ന് പറയുമ്പോൾ സ്ഥിതി സമത്വം, അതായത് എല്ലാവരുടെയും സാമൂഹ്യ അവസ്ഥ തുല്യതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സോഷ്യലിസം കൊണ്ട് ഇന്ത്യയിൽ അർത്ഥമാക്കുന്നത്. പൊതുവിലുള്ള സോഷ്യലിസം സാമ്പത്തിക തലത്തിലാണ്, അതായത് ഉൽപാദനവും വിതരണവും ഗവൺമെന്റ് നിയന്ത്രിക്കുക. അങ്ങനെ എല്ലാവരിലും സാമ്പത്തികമായിട്ടുള്ള തുല്യത കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥ സോഷ്യലിസം കൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് രാഷ്ട്രീയ തലത്തിലാണ്. രാഷ്ട്രീയ തലം എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എല്ലാവരും തുല്യരായി വരിക എന്നതാണ് സോഷ്യലിസം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തത് സെക്യുലറിസം എന്നുള്ളതാണ്. സെക്യുലർ നമുക്കറിയാവുന്ന പദം തന്നെയാണ് എന്ത്? മതേതരത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഗവൺമെന്റ് ഒരു വ്യക്തിയെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് എല്ലാ മതക്കാർക്കും തുല്യ പ്രാധാന്യം, അതായത് നമുക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ആ വിഷയങ്ങളിൽ ഇടപെടുകയോ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കണക്കാക്കുകയോ ചെയ്യുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. മതപരമായിട്ടുള്ള കാര്യത്തിൽ ഗവൺമെന്റ് ന്യൂട്രൽ ആണ്. ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം, അതാണ് സെക്യുലറിസം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന സ്വഭാവം എന്ന് പറയുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, ഡെമോക്രസി. നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മളെ അംഗീകരിക്കുന്നുമുണ്ട്. അടുത്ത പോയിന്റ് ആണ് ഈ പറയുന്ന സെക്യുലറിസം എന്ന് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ് ആണ് സെക്യുലറിസം എന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നതാണ് ഡെമോക്രസി. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സ്വഭാവമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം ജനാധിപത്യത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏത്? ഇന്ത്യ. അപ്പം ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് ഡെമോക്രസിയാണോ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണോ? അതായത് ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ ജനാധിപത്യമാണോ പരോക്ഷ ജനാധിപത്യമാണോ? അപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ളത് ഏതാണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസി ആണെന്ന് ഓർത്തിരിക്കുക. ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും നിലവിലുള്ള ഏതാണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അപ്പം ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുന്നു, അവര് നമുക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു. ജനങ്ങൾ നേരിട്ട് നിയമനിർമ്മാണത്തിൽ ഇടപെടാതിരിക്കുന്നു. നേരിട്ട് ഇടപെടുകയാണെങ്കിൽ അതെന്താണ്? അത് ഡയറക്റ്റ് ഡെമോക്രസി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നിലവിൽ ലോകത്തിൽ ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ടുള്ള രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. ബാക്കി ഒരു രാജ്യത്തും ഡയറക്റ്റ് ഡെമോക്രസി ആ ഒരു രീതിയിൽ നടപ്പാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലവിലുള്ള ജനാധിപത്യമാണ്, അതിൽ നമ്മൾ പിന്തുടരുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസി ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇന്ത്യയിൽ ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ഡെമോക്രസി ആണെന്ന് ഓർത്തിരിക്കുക. അതായത് ഭരണത്തിൽ മാത്രമല്ല എല്ലാ തലങ്ങളിലും ഒരു ജനാധിപത്യ സ്വഭാവം പിന്തുടരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർത്തിരിക്കുക. രാഷ്ട്രീയ തലത്തിലുണ്ട്, സാമൂഹ്യ തലത്തിലും സാമ്പത്തിക തലത്തിലും ഈ പറയുന്ന ജനാധിപത്യ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതായത് ഭരണഘടന ആ രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അവസാനത്തെ ഒരു സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റിപ്പബ്ലിക് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ രാജ്യമാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് റിപ്പബ്ലിക് എന്നുള്ള ആശയം കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. പലർക്കും അതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന വ്യക്തി ജനങ്ങളാൽ നേരിട്ടോ നേരിട്ടല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കണം.
അങ്ങനെയുള്ള വ്യക്തിയാണ് ആ രാജ്യം ഭരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? റിപ്പബ്ലിക് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു രാജ്യം റിപ്പബ്ലിക് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ രാജ്യം എന്താണ്? റിപ്പബ്ലിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആണെന്ന് പറയുന്നതിന്റെ കാരണം ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന വ്യക്തി ആയതുകൊണ്ടാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായി രാജേന്ദ്ര പ്രസാദ് അധികാരത്തിൽ വരുന്ന ഡേറ്റ് ആണ് 1950 ജനുവരി 26. അതുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ജനുവരി 26 ആചരിക്കുന്നത്. അതേ ദിവസം തന്നെയാണ് ഭരണഘടന നിലവിൽ വന്നത്. അതും മറ്റൊരു വസ്തുതയാണ്. പക്ഷേ പലരുടെയും തെറ്റിദ്ധാരണ ഭരണഘടന നിലവിൽ വന്നതുകൊണ്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊള്ളണം. നമ്മുടെ രാജ്യതലവൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ നമ്മൾ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്ന രീതിയിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ രാജ്യത്തിന്റെ സ്വഭാവം 5 കാര്യങ്ങളിലൂടെയാണ് വ്യക്തമാക്കുന്നത്. പരമാധികാരം, അതുപോലെ സോഷ്യലിസം സ്ഥിതിസമത്വം, സെക്യുലറിസം മതേതരത്വം, ജനാധിപത്യം ഡെമോക്രസി, അതുപോലെ റിപ്പബ്ലിക് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ആമുഖവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഏവർക്കും നന്ദി.